നമ്മുടെ സദ്യയിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് മുളകാ പച്ചടി. ഞങ്ങളുടെ ഈ മലപ്പുറം ജില്ലയിലൊക്കെ മുളകാ പച്ചടി എന്നാണ് പറയുക. അപ്പോൾ ഇന്നലെ ഞാൻ പുളി കുറുക്കിയിട്ട്, ഇത് നല്ലൊരു വടുവപ്പുളി ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ചെറിയൊരു നാരങ്ങ അത്ര വലിപ്പത്തിലുള്ളൊരു പുളി പിഴിഞ്ഞ് എടുത്ത് കുറുക്കിയതാണ് ഞാനത്. ഇതിൽ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് വെച്ച പുളിയാണെന്നുണ്ടെങ്കിൽ അധികം ഉപ്പ് ചേർക്കണ്ട. ഇതധികം പഴക്കമില്ലാത്ത പുളി ആയതുകൊണ്ട് ഞാൻ ഉപ്പ് ഇത്തിരി ഇട്ടു. എന്നിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുത്തതാണ് ഇത്. ഇത്ര ഒരു കലച്ചട്ടി ഫുള്ളുണ്ടായിരുന്നു, ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ എന്നാലും അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, മണത്തിന് വേണ്ടിയിട്ട് ഈ കറിവേപ്പിലുണ്ടല്ലോ, ഇത് താത്തുക എന്നാണ് പറയുക അതിൽ, അത് ആ മണം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഞാൻ ഒന്നും കൂടി അലിയാണ്ട്, അപ്പോൾ അത് ഞാനൊന്ന് തീ കത്തിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഒരു ചൂടിലിരുന്നിട്ടത് അലിയും. പിന്നെ നമുക്കിതിൽ ചേർക്കാൻ വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പച്ചമുളകാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ചേർക്കാറ്. എന്താണെന്ന് വെച്ചാൽ മുളകാ പച്ചടി എന്നാണ് പറയുക. പച്ചടി എന്ന് പറയുമ്പോൾ നമ്മൾ കടുക് പച്ചയ്ക്ക് ചതച്ച് ചേർക്കും. കടുക് അരങ്ങുക എന്ന് പറയുക. ഇങ്ങനെ അരയാതെ നമ്മൾ മെല്ലെ തോല് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നതിന്. പിന്നെ എള്ള് വറുത്തിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ, അത് തണുത്ത് കഴിഞ്ഞാൽ അത് പൊളിക്കുക എന്ന് പറയും. അങ്ങനെ ചെയ്ത് നമ്മൾ എടുക്കും. അപ്പോൾ ഇതിൽ ഇഞ്ചിയുടെ ഒരു ചെറിയൊരു കഷ്ണം ഞാൻ ഇട്ടിട്ടുള്ളൂ, അതാണ് ഈ ചെറുതായിട്ട് കിടക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഇവിടങ്ങളിൽ മുളകാ പച്ചടിക്ക് ചേർക്കണ പ്രധാനപ്പെട്ട ചേരുവയാണ് അത് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞോളൂ. ഇതാ എള്ള് പൊളിച്ചത്, കടുക് അരങ്ങിയിട്ടത്, ഈ തോലിങ്ങനെ മാറ്റിയിട്ട് കടുകിൻ്റെ പരിപ്പ് ഇങ്ങനെ കിട്ടണം. അരയാൻ പാടില്ല, അരഞ്ഞു കഴിഞ്ഞാൽ കടുക് കയക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അത് ടൈറ്റ് ആവാൻ വേണമെങ്കിൽ, വല്ലാതെ ടൈറ്റ് ലൂസാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചേർക്കുന്നതാണ് ഈ ഉഴുന്ന് നല്ല ചുവക്കനെ വറുത്തിട്ട് പൊടിക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു 2 ടീസ്പൂണോട് എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ ഒരു അളവിലേക്കാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇങ്ങനെ ആവശ്യത്തിന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കൊരു വറവ് ആവശ്യമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിതിൽ ഈ വാട്ടി വെച്ചിട്ടുള്ള ഉപ്പിട്ട് വാട്ടിയതാണ് വെളിച്ചെണ്ണയിൽ, അത് നമ്മൾ ഇടുകയാണ്. ഇഞ്ചി പച്ചമുളകും കൂടി, എന്നുവെച്ചാൽ ഈ ചൂടത്ത് കിടന്നിട്ട് അതൊന്നും കൂടി വെന്ത് പാകാവാണ്ട്. ഇനി നമ്മളിതിങ്ങനെ ഒന്ന് താത്തി വെച്ച് കൊടുക്കും. ഇനി നമുക്ക് കടുകും എള്ളൊക്കെ ഇടാണ്ട്, ഉഴുന്ന് പൊടിയൊക്കെ, അത് നമുക്ക് ലാസ്റ്റിൽ ഇതൊന്ന് ആറണം, എന്നിട്ടാണ് നമ്മളിടുക. അങ്ങനെ നമ്മുടെ മുളകാ പച്ചടി നല്ല ആറിയിരിക്കുകയാണ്. ഇനി ഇതിൽ ശർക്കര ഉണ്ട്, അതൊന്നും കൂടി ഞാൻ ഈ കയ്യിലായിട്ടൊന്ന് ഉടച്ചു കൊടുക്കും. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ആറിക്കഴിഞ്ഞാൽ ഈ എള്ള് പൊടിച്ചത് അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണ് ഉണ്ടാവും. അതേപോലെ കടുക് അരങ്ങിയത്, അതിൻ്റെ പരിപ്പ് ഇങ്ങനെ മഞ്ഞ കളറിൽ. പിന്നെ ഒരു 2 ടീസ്പൂൺ ഉഴുന്ന് പൊടി, അതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് ആ ശർക്കരയൊക്കെ ഇട്ടിട്ട് ലൂസായില്ലേ, ആ ലൂസായത് ടൈറ്റായിട്ട് വരും. കണ്ടോ, അതാണ് ഈ ഉഴുന്ന് പൊടി മെയിനായിട്ട് ചേർക്കുന്നത് അതിനാണ്. അങ്ങനെ ഇത് കണ്ടോ, അത് കട്ടിയായിട്ട് വന്നു. ഇനി നമുക്കിതിൽ വറവിടുകയാണ് വേണ്ടത്.
അപ്പോൾ ഞാനിത് ആറി വരുമ്പോഴേക്ക് വറവൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചു. അപ്പോൾ അതാണ് ഇത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കടുക്, മുളക്, കറിവേപ്പില ഇത് മുഴുവൻ ഇതിലേക്ക് തട്ടി കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഏറ്റവും ടേസ്റ്റായ രീതിയിൽ നമ്മൾ മുളകാ പച്ചടി ഉണ്ടാക്കി. അപ്പോൾ ഇതിന് നമ്മൾ ഈ മുളകാ പച്ചടി എന്ന് പറയാൻ കാരണം എന്താ, മുളകാണ് നല്ലോണം കൂടുതൽ. പിന്നെ കടുക് നമ്മൾ പച്ചയ്ക്കാണ് അതിൽ ചേർക്കുക, അതാണ് മുളകാ പച്ചടി. പിന്നെ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മുളക് എന്ന് പറയുന്നത് ഈ മുളകാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അടുത്ത പ്രദേശത്ത് എടയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ എടയൂർ ഭാഗത്ത് മെയിനായിട്ട് അവിടെയാണ് ഉണ്ടാക്കി വരുന്നത്. ഇതിനെന്താണെന്ന് വെച്ചാൽ ടേസ്റ്റ് കൂടും, എരിവ് കുറവ്, പിന്നെ എന്താ പറയുക, സ്വാദ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലമാകുമ്പോൾ ഇത് കൊണ്ടാട്ടം ഉണക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആളുകൾ വാങ്ങിക്കൊണ്ടുപോകും. ഇപ്പം ഇന്നൊക്കെ വളാഞ്ചേരി ഭയങ്കര ഡിമാൻഡാണ്. ഈ മുളക് കിട്ടാനേ ഇല്ല, അങ്ങനെ കുറച്ച് കിട്ടിയതാണ്. അപ്പോൾ ഈ മുളകാണ് പിന്നെ ഇവിടെയുള്ള ആളുകൾ ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ ഇതാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ ഈ മുളക്. അപ്പോൾ ഈ മുളക് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതിൽ കിടന്നിട്ട് പുളിയും എരിവും ഉപ്പൊക്കെ അങ്ങോട്ട് പിടിച്ച് നല്ല അടിപൊളിയാവും. അത് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇടാൻ പ്രിഫർ ചെയ്യുക. പിന്നെ ഇപ്പോൾ അതില്ലാത്ത ആളുകൾ സാധാ മുളക്, അപ്പോൾ അതിനനുസരിച്ച് എരിവ് കുറച്ചിടണം. ഞങ്ങളെന്ത് ചെയ്യും, ഒരു 2 മുളകൊക്കെ സാധാ നമ്മുടെ പച്ചമുളക് ഉപയോഗിക്കും, ബാക്കിയുള്ളത് പ്രിഫറൻസ് ഈ മുളകിനാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ വളരെ രസമുള്ളൊരു വിഭവമാണ് തയ്യാറായത്, മുളക് പച്ചടി. ഇനി അവിടെ വടുകപ്പുളി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.